തൃശൂരിൽ ഹരിതകർമ്മ സേനാംഗത്തെ വളർത്തുനായി വിട്ട് കടിപ്പിച്ചുവെന്ന പരാതി ഉയരുന്നു. ചാഴൂർ സ്വദേശി പ്രജിതയാണ് ഈ കാര്യത്തിൽ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. വളർത്തുനായെ പട്ടി എന്ന് വിളിച്ചതിനാണ് ചാഴൂർ സ്വദേശിയായ ദിൽന തന്നെ പട്ടി വിട്ട് കടിപ്പിച്ചതെന്നാണ് പ്രജിത പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പോയിട്ട് ബെല്ലടിച്ചപ്പോൾ അവർ വന്നിട്ട് വാതിൽ കുറച്ച് തുറന്നിട്ട് നമ്മളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്ലാസ്റ്റിക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ മുഴുവനായിട്ട് തുറക്കുക ചെയ്തത്. അപ്പോൾ അവരെ കൂടെ പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പട്ടി നമ്മുടെ അടുത്തേക്ക് വരില്ല എന്ന്. പെട്ടെന്നായിരുന്നു പട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ മേത്ത് ചാടിയത്. അപ്പോൾ ഞാൻ പട്ടീനെ തട്ടി മാറ്റിയിട്ട് ഞാൻ ഓടിയിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ഓടി കഴിഞ്ഞ് റോട്ടിലെത്തി, കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അപ്പോഴേക്കും പട്ടീൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നിട്ട് എൻ്റെ മേത്ത് കയറിയപ്പോൾ ഞാൻ മലന്നടിച്ച് വീഴാ ചെയ്തത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ് സജി, ശരിക്കും സംഭവിച്ചത് എന്താണ്? നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ്? ഈ ചാഴൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഹരിതകർമ്മ സേനാംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ട ആ ബൈറ്റ് തരുന്ന പ്രജിത ഇന്ന് ഈ ചാഴൂരിലെ തന്നെ ഒരു ദിൽന എന്ന് പറയുന്ന യുവതിയുടെ വീട്ടിലാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടി അവിടെ എത്തുന്നു, ബെല്ലടിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഈ വാതിൽ പകുതി തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവർ പ്ലാസ്റ്റിക് മാലിന്യം ഇല്ല എന്ന് പറഞ്ഞ് ഇവർ മടങ്ങാൻ തുടങ്ങുന്നതിനിടയിലാണ് വാതിൽ മുഴുവനും തുറക്കുന്നതും നായ ഈ പ്രജിതയെ, അതായത് ഹരിതകർമ്മ സേനാംഗത്തെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഇവർ പിന്നോട്ട് വീഴുകയും മറ്റ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ നായയെ ഓടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ പ്രജിത പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ നായയെ വിട്ട് എന്തിനാണ്, ഈ പട്ടിയെ വിട്ട് എന്തിനാണ് ആക്രമിക്കുന്നത് എന്ന് ഇവർ ചോദിച്ചു. പട്ടി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ യുവതി, നിങ്ങൾ എന്തിനാണ് എൻ്റെ നായയെ പട്ടി എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ദിൽന വീണ്ടും ഇവരെ എത്തി ആക്രമിക്കുന്നു. പിന്നീട് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇവരെ പിടിച്ചു മാറ്റുന്നത്. ആ സമയത്ത് ഇവരുടെ കയ്യിൽ ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ തകർന്നു. ഇവരുടെ ഒരു കൈക്ക് നായയുടെ കടി ഏൽക്കുകയും ചെയ്തു. പിന്നീട് ഈ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ എത്തിച്ചാണ് ഈ സമയത്ത് ഇവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും തുടർ ചികിത്സയെല്ലാം നൽകുന്നു. ഇവർ പറയുന്നത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ആദ്യം ഈ നായ വരുന്ന സമയത്ത് പോലും ഇവർക്ക് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാകാം എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇതിനു മുമ്പ്, അതായത് കഴിഞ്ഞ മാസം ഇവർക്ക് പകരം അവിടെ എത്തിയ ഈ ഹരിതകർമ്മ സേനാംഗത്തിനും ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും ഇവർ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നതാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെത്തുമ്പോൾ ഇവർ ചോദിക്കും, എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാത്ത, നിങ്ങൾ കത്തിക്കുകയാണോ എന്ന് ചോദിക്കാറുണ്ട്. അതിൽ പ്രകോപിതരായിക്കൊണ്ടാണ് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ഹരിതകർമ്മ സേനാംഗത്തെ നായ വിട്ട് കടിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തവണ ഈ മാസം പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ എത്തിയ പ്രജിതയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് പ്രജിത പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ പ്രജിത അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് പഞ്ചായത്ത് അംഗങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് ഇവർ ഇനിയും പ്ലാസ്റ്റിക് കത്തിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയും ചെയ്തു എന്ന് പരാതിയിൽ പറയുന്നു. എന്തായാലും ഈ പരാതി ആദ്യം എത്തുന്ന അന്തിക്കാട് പോലീസിലാണ്. അന്തിക്കാട് പോലീസ് ഈ സംഭവം നടന്നത് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ലിമിറ്റിലായതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുട പോലീസിന് ഈ പരാതി കൈമാറുകയും ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനിതാ പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അല്പസമയത്തിനകം കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തുടർ നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇരിങ്ങാലക്കുട പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ള എസ്. ഓക്കെ, താങ്ക് യു സൂരജ് സജി. എന്തായാലും ഈ കാര്യമാണ് നിർഭാഗ്യകരമായി. ഇപ്പോൾ നായെ പട്ടിയെന്ന് വിളിച്ചാൽ ഒരു സ്ത്രീയെ പട്ടിയെ വിട്ട് കടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടന്ന കൈയായിപ്പോയി. വെറും വാക്കിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. നമുക്കത് നിസ്സാരമായി തോന്നും. പക്ഷേ വളർത്തുനായ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് വളരെ സെൻറ്റിമെൻറ്റ്സ് ആകും. പക്ഷേ ആ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കാൻ നമ്മൾ പോകരുത് എന്നാണ് 24 പറയാനുള്ളത്.